ഹെലികോപ്റ്റർ വഴി തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുപോയ ഹൃദയം അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് കൊച്ചി ലിസി ആശുപത്രിയിലേക്കാണ് ഹൃദയം എത്തിക്കുന്നത്. വാഹനാപകടത്തിൽ മരിച്ച ഐസക് ജോർജിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത്. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 28-കാരനായ അങ്കമാലി സ്വദേശിക്കാണ് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ഹൃദയവുമായുള്ള ഹെലികോപ്റ്റർ എത്ര മണിയോടുകൂടി അവിടെ ആശുപത്രിയിൽ എത്തിച്ചേരും? ദിവ്യ, ഏതാനും നിമിഷങ്ങൾക്കകം ഹെലികോപ്റ്റർ ഇപ്പോൾ ഹയാത്തിലെ ഹെലിപാഡിൽ ഇറങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എൻ്റെ പിന്നിലുള്ള ഈ ഹെലിപാഡിലാണ് എയർ ആംബുലൻസ് ഇറങ്ങുക. ഇവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആധുനിക മെഡിക്കൽ സജ്ജീകരണങ്ങൾ അടങ്ങിയ ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, കൃത്യമായിട്ടുള്ള ഗതാഗത ക്രമീകരണങ്ങളും കാര്യങ്ങളുമൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ സംഘം ഇവിടെയുണ്ട്. അത് റിസീവ് ചെയ്യാനുള്ള മെഡിക്കൽ സംഘം അടക്കം കൃത്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നിലവിൽ സജ്ജമാണ്. സമയത്തിനുള്ളിൽ, അതായത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എയർ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 12:30യോടെയാണ് എയർ ആംബുലൻസ് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ടത്. ഇവിടെ എത്തി ഉടൻ തന്നെ ആംബുലൻസിലേക്ക് ഹൃദയം മാറ്റും. ഈ ഐസ് പാക്കുകൾ അടങ്ങിയ ബോക്സിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹൃദയം ഉടൻ തന്നെ എയർ ആംബുലൻസിലേക്ക് മാറ്റും. പിന്നീട് ഏകദേശം ഒരു 4 കിലോമീറ്ററാണ് ലിസി ആശുപത്രിയിലേക്കുള്ളത്. അതിന് ലിസി ആശുപത്രിയിലേക്ക് പോകുന്ന റോഡുകളൊക്കെ ഈ സമയം കൃത്യമായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയം കൂടിയാണ്. പക്ഷേ അതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ട സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യം ഹൈക്കോടതി ജംഗ്ഷൻ, പിന്നെ ബാനർജി റോഡ്, ടൗൺ ഹാള്, ലിസി ആശുപത്രി എന്നിങ്ങനെയാണ് പോകുന്ന റോഡ്. അത്തരത്തിൽ ഹൈക്കോർട്ടിലും ഒപ്പം ബാനർജി ജംഗ്ഷനിലുമൊക്കെ ഈ സമയങ്ങളിൽ വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ മുൻകൂട്ടി അത് അറിയിച്ചിട്ടിരുന്നതിനാൽ കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ അതിനായി ഒരുക്കിയിട്ടുണ്ട്. പോലീസ് എല്ലാവിധ ഗതാഗത നിയന്ത്രണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് എയർ ആംബുലൻസ് എത്തിയ ഉടനെ ഹൃദയം അടങ്ങിയ ആ ഒരു ഐസ് പാക്കിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ബോക്സിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹൃദയം അടങ്ങിയ ആ ബോക്സ് ഉടൻ തന്നെ ആംബുലൻസിലേക്ക് കയറ്റും. 5 മിനിറ്റിനുള്ളിൽ ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ച് ശസ്ത്രക്രിയ തുടങ്ങാൻ ആവുമെന്നാണ് നിലവിൽ ആശുപത്രി അധികൃതർ പറയുന്നത്. മെഡിക്കൽ സംഘം സമയത്തിനുള്ളിൽ തന്നെ ഹൃദയം അവിടെ കൊച്ചിയിൽ എത്തിച്ചേരും. അതിനുശേഷം ലിസി ആശുപത്രിയിലെത്തിയാൽ ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്താനുള്ള നടപടികളും ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.